നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെയിലേക്ക് സ്വാഗതം. ആഗോള ബഹിരാകാശ പരിവേഷണത്തിലും സാങ്കേതിക വിദ്യയിലും രാജ്യത്തിന്റെ പങ്കുയർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ബഹിരാകാശ പരിപാടികളിൽ ഗണ്യമായ വിപുലീകരണത്തിനൊരുങ്ങുകയാണ്. ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യങ്ങൾ വിപുലീകരിക്കുകയാണ് ഇന്ത്യ. 2044 ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയുടെ വിഹിതം 10% ഉയർത്താനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഉപഗ്രഹ നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുൾപ്പെടെ മുഴുവൻ ബഹിരാകാശ മൂല്യ ശൃംഖലയിലുടനീളം കഴിവുകൾ വർദ്ധിപ്പിക്കാനാണ് ഈ ലക്ഷ്യം. ധാരാളം ദൗത്യങ്ങളും ഇന്ത്യക്ക് മുന്നിലുണ്ട്. വരാനിരിക്കുന്ന പ്രധാന ദൗത്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ 2040 ചന്ദ്രനിൽ ബഹിരാകാശ യാത്രികരെ ഇറക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ നിശ്ചയിച്ചിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണ പരിവേഷണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു ചാന്ദ്ര ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ചന്ദ്രന്റെ സാമ്പിളുകൾ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചന്ദ്രയാൻ 4 ദൗത്യവുമുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ദൗത്യമാണ് ഗഗൻയാൻ. 2024 അവസാനത്തോടെയാണ് ആദ്യത്തെ ക്രൂഡ് ഫ്ലൈറ്റ് ലക്ഷ്യമിടുന്നത്. സുരക്ഷയും വിജയവും ഉറപ്പാക്കുന്നതിന് കാര്യമായ സാങ്കേതിക നീക്കുപോക്കുകൾ നടന്നു വരികയാണിപ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ബഹിരാകാശ നിലയ പദ്ധതിയെക്കുറിച്ചും എടുത്തു തന്നെ പറയണം. ഭാരതീയ അന്തരീക്ഷ നിലയം അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ നിലയം 2035 സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നു എന്നതാണ്. ഈ നിലയം താഴ്ന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ശാസ്ത്രീയ ഗവേഷണത്തിനും സാങ്കേതിക പരിശോധനയ്ക്കും സൗകര്യമൊരുക്കും എന്നതാണ്. ഇനി പറയേണ്ടത് NGLVയെ പറ്റിയാണ്, അതായത് നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ. ISRO അടുത്തിടെ അംഗീകരിച്ച നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ NGLV ഉപയോഗിച്ച് ബഹിരാകാശ കഴിവുകൾ വികസിപ്പിക്കുകയാണ് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിച്ച ഈ ഒരു സംരംഭം. ഇന്ത്യയുടെ വിക്ഷേപണ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഭാവി ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിലും ഇത് ഒരു സുപ്രധാന ചുവടുവയ്പ് അടയാളപ്പെടുത്തുന്നുമുണ്ട്. ഇനി NGLVയുടെ പ്രധാന സവിശേഷതകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ലോ എർത്ത് ഓർബിറ്റിലേക്ക്, അതായത് LEOയിലേക്ക് പരമാവധി 30 ടൺ പേലോഡ് വഹിക്കാൻ കഴിയുന്ന തരത്തിലാണ് NGLV രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ നിലവിലുള്ള ഏറ്റവും ശക്തമായ റോക്കറ്റായ LVM-3 ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ MK3യുടെ 3 ഇരട്ടി ശേഷിയാണ് ഇവയ്ക്കുള്ളത്. ഈ വർദ്ധിച്ച ശേഷി കൂടുതൽ വിപുലവും സങ്കീർണവുമായ ബഹിരാകാശ ദൗത്യങ്ങൾ സുഗമമാക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. NGLVയുടെ ഒരു പ്രധാന കാര്യം അതിൻ്റെ ഭാഗികമായി പുനരുപയോഗിക്കാവുന്ന രൂപകൽപ്പനയാണ്. ഇത് ബഹിരാകാശത്തിലേക്കുള്ള പ്രവേശന ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. ഘടകങ്ങൾ പുനരുപയോഗിക്കുന്നതിലൂടെ ബഹിരാകാശ പരിവേഷണം കൂടുതൽ സാമ്പത്തികമായി പ്രായോഗികമാക്കിക്കൊണ്ട് വിക്ഷേപണ ചെലവ് വലിയ രീതിയിൽ കുറയ്ക്കാമെന്ന് ISRO പ്രതീക്ഷിക്കുന്നുമുണ്ട്. മോഡുലാർ ഗ്രീൻ പ്രൊപ്പൽഷൻ സംവിധാനങ്ങളോടെയാണ് വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആഗോള സുസ്ഥിരതയ്ക്കൊപ്പം മോഡുലാർ ഗ്രീൻ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ വാഹനം ഉപയോഗിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. NGLV പ്രോജക്റ്റിന് ഏകദേശം 8240 കോടി രൂപ ബജറ്റുണ്ട്, അതായത് ഏകദേശം $990 ദശലക്ഷം. ഇത് 96 മാസത്തിനുള്ളിൽ, ഏകദേശം 8 വർഷത്തിനുള്ളിൽ വികസിപ്പിക്കാനാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും സ്വകാര്യ വ്യവസായവും തമ്മിലുള്ള സഹകരണത്തിലൂടെ ഇന്ത്യയുടെ ബഹിരാകാശ മേഖലയിൽ കാര്യമായ നേട്ടങ്ങൾ കൊയ്യാൻ ലക്ഷ്യമിടുന്നു. ബഹിരാകാശ പരിവേഷണത്തിലും വാണിജ്യവൽക്കരണത്തിലും പ്രത്യേകിച്ച് പുനരുപയോഗിക്കാവുന്ന ഹെവി ലിഫ്റ്റ് റോക്കറ്റുകൾ വികസിപ്പിക്കുന്നതിലെ ഇന്ത്യയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഈ മാറ്റം ലക്ഷ്യമിടുന്നു എന്നതാണ്. നമുക്കറിയാം, ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തിൻ്റെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബഹിരാകാശ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നുകൊടുക്കാൻ ഇന്ത്യൻ സർക്കാർ കാര്യമായ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നത്. ഉപഗ്രഹ വിക്ഷേപണങ്ങളും ജിയോസ്പേഷ്യൽ സേവനങ്ങളും ഉൾപ്പെടെ വിവിധ ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ സ്വകാര്യ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഒരു സമനില പ്രദാനം ചെയ്യുന്നതിനായി കാര്യങ്ങൾ നീക്കുന്നുണ്ടെന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകർക്കുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ.